ഒരു പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. ഷാബുന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകം ഒരു കവിതാ സമാഹാരമാണ്. രാജേഷ് ചിത്ര എഴുതിയ ഉളിപ്പേച്ച് എന്നാണ് ഈ കവിതാ സമാഹാരത്തിന്റെ പേര്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമുണ്ട്. ഒരു വിചിത്രമായ പേര് പോലെ നമുക്ക് തോന്നാം. കാരണം ഉളിപ്പേച്ച്, ഉളി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന, നമ്മുടെ നാട്ടിൽ നല്ല എല്ലാ കാർപ്പൻറ്റേഴ്സിന്റെ കയ്യിലും ആശാരിമാരുടെ കയ്യിലും കാണുന്നതാണ് ഉളി. അതിങ്ങനെ ചീകി മിനുക്കാൻ വേണ്ടി, ചീകി മിനുക്കുക മാത്രമല്ല, അത് കൃത്യമായിട്ട് സൂക്ഷ്മമായി ഓരോ തടിയെയും അതാത് ഭാഗങ്ങളെ ചേർത്ത് വെക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ്. ചെത്തി മിനുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഉളിയുടെ ഒരു ശബ്ദമുണ്ട്, അതാണ് ഉളിപ്പേച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉളിപ്പേച്ച് ഒരു കവിതയ്ക്ക് എങ്ങനെ പേരായി മാറും എന്നുള്ളത് തമിഴില്ലേ പേച്ച്? തീർച്ചയായിട്ടും. അപ്പൊ അതിന് എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഉളിയും കവിതയുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് ആദ്യം നമ്മുടെ എഴുത്തുകാരൻ തന്നെ പറയട്ടെ. എന്നിട്ട് ഈ കവിതയെ വിശകലനം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വരാം. ആദ്യം രാജേഷ് ചിത്ര പറയുന്നു എന്തുകൊണ്ട് ഉളിപ്പേച്ച്. ഉളിപ്പേച്ച് എന്നത് ഒരു ഉളിയുടെ പയ്യാരം പറച്ചിലാണ്. ഉളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാർപ്പന്റർ അല്ലെങ്കിൽ ഒരു ആശാരി തന്റെ ഉളി മൂർച്ച കൂട്ടാനായിട്ട് കല്ല് പൊടിച്ച് തെങ്ങിന്റെ ആരിൽ അതിനെ ഉരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ശബ്ദം. ഈ ശബ്ദത്തെ നമുക്ക് കവികളുടെ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ റിയാക്ഷനുകളോട് ഉപമിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു പയ്യാരം പറച്ചിലിനെ പറയാൻ വേണ്ടിയാണ് ഉളിപ്പേച്ച് എന്ന പേര് സ്വീകരിച്ചത് ഈ പുസ്തകത്തിന്. ഈ കവിത വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് എന്റെ വീടിന് വളരെ അടുത്തുള്ള ഒരു കാർപ്പന്റർ അദ്ദേഹത്തിന്റെ തൊഴിൽ നഷ്ടപ്പെടുകയും അദ്ദേഹം സ്ഥിരമായി മദ്യപിച്ചിട്ട് വന്ന് ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കുറച്ച് ഉച്ചത്തിൽ ചീത്ത വിളിക്കുകയാണ്. പക്ഷെ അതിന്റെ പാരിസ്ഥിതിക ഇത്തരത്തിൽ തൊഴിൽ നഷ്ടപ്പെടുന്നതിന്റെ, അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി നാശത്തിന്റെ ഒക്കെ വശങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ കവിത വരുന്നത്. അതിൽ പറയുന്നത് ആഗോളവത്കരണത്തിന്റെ ഒരു വഴി കൂടി അതിലൂടെ കണ്ടെടുക്കാൻ പറ്റും. നമ്മുടെ സ്ഥിരം പതിവ് രീതിയിലുള്ള പണികൾ നഷ്ടമാവുക, ജോലികൾ നഷ്ടമാവുക, അതിലേക്കൊരു അധിനിവേശം ഉണ്ടാവുക, റെഡിമെയ്ഡ് തടികൾ വരുന്നു പുറത്തുനിന്ന്, സീസൺ ചെയ്ത തടികൾ പുറത്തുനിന്ന് വരുന്നു, നമ്മുടെ വനനശീകരണം സംഭവിക്കുന്നു, നമുക്ക് നമ്മുടേതായ ഒന്നും തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥയെക്കുറിച്ചായിരുന്നു ഉളിപ്പേച്ച് എന്ന് പറയുന്ന കവിതയിലൂടെ പറയുവാൻ ആഗ്രഹിച്ചത്. ഇതിലൊരു പ്രവാസിയുടെ അല്ലെങ്കിൽ കുടിയേറ്റക്കാരന്റെ അവസ്ഥ കൂടി അതിൽ വരുന്നുണ്ട്. നമ്മൾ പൊതുവെയുള്ള ഭൂരിഭാഗം വരുന്ന പ്രവാസികൾ അവന്റെ ഒരു പക്ഷി അതിന്റെ ചിറക് മുറിച്ച് അതിനെ മറ്റൊരിടത്ത് കൊണ്ടുപോയി അതിനെ പറക്കാൻ വിടുന്ന ഒരവസ്ഥയിലാണ് കുടിയേറ്റക്കാരന്റെ ജീവിതം. ഇത്തരത്തിലുള്ള ഒരവസ്ഥ കേരളത്തിൽ ജീവിക്കുന്ന അടിസ്ഥാന വർഗ തൊഴിലാളികൾക്കും സംഭവിക്കുന്നുണ്ട്. നമ്മൾ തൊഴിലില്ലായ്മയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പുറം തൊഴിലാളികൾ വന്ന്, അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. നമുക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെയും നമ്മുടെ പതിവ് തൊഴിലുകള്, നമ്മുടെ അടിസ്ഥാന വർഗ തൊഴിലുകളിൽ നമുക്കത് ചെയ്യാനാവാതെ പോകുന്ന ഒരവസ്ഥ കേരളത്തിൽ നിലവിലുണ്ട്. ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെയുള്ള ഒരു പ്രതികരണമായിരുന്നു ഉളിപ്പേച്ച് എന്ന് പറയുന്ന ബിംബത്തിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. ഈ കവിതകളിലുള്ളത് രണ്ട് അവസ്ഥകളെ കുറിച്ചുള്ള എഴുത്താണ് ഉളിപ്പേച്ചിൽ ആത്യന്തികമായുള്ളത്. ഒന്ന്, നാട്ടിൽ ഉള്ള ഒരവസ്ഥ, നമ്മൾ പതിവായി പറയുന്ന നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ഗ്രഹാതുരതയെ കുറിച്ചുള്ള എഴുത്ത്. നമ്മുടെ ഗ്രഹാതുരത എന്ന് പറയുന്നത് 10-15 വർഷം മുമ്പുള്ള ഒരു ഗ്രഹാതുരത അല്ല ഇപ്പോൾ. തലേന്ന് സംഭവിക്കുന്നത് തൊട്ട് മുന്നിലുള്ള നിമിഷത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് ഇപ്പോൾ നമുക്ക് ഗ്രഹാതുരത. ഇത് ഉളിപ്പേച്ച് എന്ന് പറയുന്ന പുസ്തകം എന്റെ 3ാമത്തെ പുസ്തകമാണ്. ആദ്യത്തെ പുസ്തകം വരുന്നത് 2010 ഉന്മത്തതകളുടെ ക്രാഷ് ലാൻഡിങ്ങുകൾ എന്ന് പറയുന്ന ആദ്യത്തെ കവിതാ സമാഹാരത്തിന്റെ തുടർച്ച പോലെയാണ് ഉളിപ്പേച്ച് വരുന്നത്. ഇതിലൂടെ 2ാമത്തെ ശ്രമം നടത്തിയത് ഭാഷയിൽ എന്ത് ചെയ്യാനാവും, കവിതയുടെ എഴുത്ത് രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളിലേക്കാണ് നമുക്ക് വിരൽ ചൂണ്ടാനാവുന്നത്, അത്തരത്തിലുള്ള ഒരു എളിയ ശ്രമമായിരുന്നു ഉളിപ്പേച്ച് എന്ന് പറയുന്ന കവിതയിലൂടെ ചെയ്തത്. എന്തായാലും രാജേഷ് ചിത്ര തന്റെ കവിതകളെ അദ്ദേഹം പറഞ്ഞു ഈ പ്രത്യേകിച്ചും ഉളിപ്പേച്ചിനകത്ത് 4 ഘട്ടങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് കവിത എന്ന് പറഞ്ഞാൽ അതിലൊരു താളം ഉണ്ടാകണം, അതിലൊരു വൃത്തം ഉണ്ടാകണം. പ്രത്യേകിച്ചും സ്കൂളിലൊക്കെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഒരു താളത്തിലാണ് കവിതകളൊക്കെ പാടിത്തന്നത്. പിന്നീട് നമ്മൾ കേട്ട കാസറ്റ് കവിതകളും വേണമെങ്കിൽ അങ്ങനെ പറയാം. പിന്നീട് പോപ്പുലർ ആയിട്ടുള്ള കവിതകളൊക്കെയും അങ്ങനെയാണ്. കാരണം ഒരു താളം ഉണ്ടാകും, അതിനൊരു അതായത് സംഗീതത്തിന്റെ ഒരു അകമ്പടി ഉണ്ടാകും, ഇടയ്ക്കൊക്കെ കൊട്ടി ഒരു ഓടക്കുഴലിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തോടു കൂടി കവിത ചൊല്ലിയാലേ കേട്ടാലേ അത് കവിതയാകൂ എന്ന് വിചാരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം കവിതയ്ക്ക് മൊത്തത്തിലൊരു മാറ്റം ഉണ്ടായി. പ്രത്യേകിച്ചും ഇന്റർനെറ്റൊക്കെ വന്നതോടുകൂടി കവിതയുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം ഉണ്ടായി. അതുകൊണ്ടാണ് പി രാമചന്ദ്രൻ പറഞ്ഞത് കവിത ഇപ്പോൾ ഒരു ചക്കപ്പഴം പോലെയാണ്. നേരത്തെ ഒരു മാമ്പഴമായിരുന്നു, ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ കടിച്ച് തിന്നാൻ പറ്റുന്നതാണെങ്കിൽ ഇപ്പോൾ ചക്കപ്പഴമാണ്. ചക്കപ്പഴം ഒരിക്കലും ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിച്ച് എടുക്കാൻ പറ്റുന്നതല്ലോ. അതിങ്ങനെ വെട്ടി മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പങ്കിട്ടെടുക്കുന്നതാണ്. അപ്പം ഇന്നത്തെ കവിതകൾ ഒരുപാട് പേര് പങ്കിട്ടെടുക്കുകയാണ്. കാരണം ഇത് ഇന്റർനെറ്റിലൂടെ ഇങ്ങനെ വ്യാപിച്ചു പോകുന്നു.
ഒരുപാട് പേർ അതിനെ കവിത എന്ന് വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യാം. കവിത ആണും എന്നൊന്നുമില്ല. ഒരാൾക്ക് ഒരാളുടെ ചിന്തയിൽ തോന്നുന്നതൊക്കെ കുറിച്ചു വയ്ക്കാം. അത് ചിലപ്പോൾ ഒറ്റ വരിയാകും. ആ ഒറ്റ വരിയിൽ ഒരുപാട് മാനങ്ങളുണ്ടാകും. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് തന്നെ ഈ ചക്കപ്പഴമായി കവിത മാറിയൊരു കാലത്ത് കവിയായി അറിയപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഒരിക്കൽ സുഗതകുമാരി ടീച്ചർ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ എല്ലാവരും കവികളാണ്. കാരണം എല്ലാവരും ഇങ്ങനെ എഴുതിക്കൊണ്ട് വന്നിട്ട് ഇതൊന്ന് നോക്കൂ, ഇതിൻ്റെ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊന്നും അഭിപ്രായം പറയാൻ കൊള്ളാത്തതാണ്, ചിലത് നോക്കാൻ പോലും കൊള്ളാത്തതാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു കാലത്ത് കവിത എഴുതുക, കവിയാവുക എളുപ്പമല്ല. സ്വന്തമായൊരു ഭാഷ ഉണ്ടാകണം, അതിന് കൃത്യമായ നമ്മൾ പറയില്ലേ ഒരു വിശാലമായൊരു അർത്ഥം ഉണ്ടാകണം. അപ്പോൾ അത് എളുപ്പമല്ല. അങ്ങനെ ഒരു പുതുതരംഗ കവിതയിൽ ശ്രദ്ധേയനായ ആളാണ് രാജേഷ് ചിത്തിര. കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രമേയങ്ങൾ സ്വീകരിച്ചു. ഭാഷയിൽ തന്നെ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അതിലെല്ലാം ഉണ്ട്. അതിലൊരു കവിതയിലൊരു രാഷ്ട്രീയം അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില അധിനിവേശ ചിന്തകൾ അഥവാ മരം, പുഴ എന്നിങ്ങനെ അല്പായുസികളായ ഉപമകൾ. ഈ കവിതയിൽ ഒരു മരം പുഴയുടെ ചലനങ്ങളിലേക്ക് ക്യാമറകൾ തുറന്നു വെച്ച പോലീസുകാരാണ്. കാഴ്ചയുടെ ചരിവ് തലങ്ങളിലേക്ക് അത് സ്വയം ചാഞ്ഞു പോകുന്നു. പുഴ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതിവിപ്ലവം നടത്തുന്നുണ്ടെന്ന് തനിക്കറിയാമെന്ന് മരം ഭാവിക്കുന്നേയില്ല. എങ്കിലും നുഴഞ്ഞുകടക്കൽ ഉച്ചസ്ഥായിലെത്തുന്ന വർഷകാലങ്ങളിൽ റഡാറുകളുടെയും തോക്കുകളുടെയും എണ്ണം വർദ്ധിപ്പിച്ച് കർമ്മനിരതനാവുന്നു. അങ്ങനെ അധിനിവേശ ചിന്തകളുടെ ഒരു കാലത്താണ് ഈ കവിത രാഷ്ട്രീയപരമായിട്ട് ശ്രദ്ധ നേടുന്നത്. അതുപോലെ മുൻവിധികളെ വിവർത്തനം ചെയ്യുന്ന വിധം, ഏറെ നേരമായി ഈ നിപ്പ്, ഈ ചുറ്റി നടത്തം, ഒട്ടൊന്ന് നിവർന്ന് ഇടയ്ക്കൊന്ന് കുനിഞ്ഞ് തൊട്ടും രുചിച്ചും തുപ്പിക്കളഞ്ഞും, പാൽവണ്ടി, പത്രക്കാരൻ, സ്കൂൾ കുട്ടികൾ, നീട്ടിയെറിഞ്ഞൊരു സംശയത്തിൻ വലക്കണ്ണികൾ വഴിയരികിൽ ഉപേക്ഷിച്ച്, പൂത്തിട്ടുണ്ടോ ഇനി പൂക്കുമോ, പൂത്താൽ തന്നെ കായ്ക്കുമോ, കൊഴിയാതെ വിടുമോ കാറ്റിൻ്റെ കണ്ണുകൾ. അങ്ങനെ ഈ കവിതകളിലൊക്കെ അതേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു ഭാഷ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ഓരോന്നിലും വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം പുതിയ എഴുത്തുകാർ അല്ലെങ്കിൽ പുതിയ കവിതയെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ പോലും എൻ്റെ കയ്യിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ, അതായത് കുപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂളിലെ ധ്രുപദ് ഗൗതമിൻ്റെ ഒരു കവിത കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ തലങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ വൃത്തത്തിൽ താളത്തിൽ അധിഷ്ഠിതമായ കവിതകൾക്കൊന്നുമല്ല, ഒരു വരിയിൽ അല്ലെങ്കിൽ 2 വരി കൊണ്ട് വലിയൊരു അർത്ഥം പറയുന്നുണ്ട്. ഈ ധ്രുപദിൻ്റെ ഒരു ഭയം എന്ന് പറയുന്നൊരു കവിതയുണ്ട്. ഇന്നത്തെ നമ്മുടെ സാമൂഹിക അവസ്ഥയുമായിട്ട് ഇതിന് വലിയ ബന്ധമുണ്ട്. മരം എന്ന ക്ലാസ്സിലെ ഒരില പോലും അനങ്ങുന്നില്ല. നിശബ്ദത എന്ന പട്ടിക്കൂട്. വ്യവസ്ഥിതി ആരുടെയോ പേരെഴുതി വയ്ക്കുന്നു. വിയർത്ത് ഓടിവന്ന കാറ്റിനെ ചുണ്ടിൽ ഒരു വിരലൊട്ടിച്ച് നിർത്തിയിട്ടുണ്ട് വരാന്തയിൽ. ഒരു മിണ്ടൽ ചുണ്ടോളം വന്ന് വറ്റിപ്പോകുന്നു. വാതിൽ വരെ എത്തിയ ഒരു ചിരി തിരിഞ്ഞോടുന്നു. ചുമരും ചാരിയിരുന്ന് ഉറങ്ങിപ്പോയി അനാഥമായൊരക്ഷരം. ഭയം ഒരു രാജ്യമാണ്. അവിടെ നിശബ്ദത ഒരു ആഭരണമാണ് അല്ലെങ്കിൽ ഭരണമാണ് എന്നുള്ളതാണ്. എന്നാലും ചോദിക്കുക, 10ാം ക്ലാസ്സുകാരൻ എഴുതിയതാണ്. അപ്പോൾ കവിതയ്ക്കകത്ത് വൃത്തമോ താളമോ ഒന്നും വേണ്ട. പക്ഷെ ആ പറഞ്ഞു വെച്ചത് നമ്മുടെ ഇന്ത്യൻ സാമൂഹ്യ അവസ്ഥയിൽ ഇതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് നിശബ്ദത എന്ന് പറയുന്നത് ഒരു ആഭരണമാണ് അല്ലെങ്കിൽ അതൊരു ഭരണമാണ് എന്ന് പറഞ്ഞാൽ മിണ്ടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാലം ഉണ്ട് നമുക്ക്. ചിലതിനെയൊന്നും വിമർശിക്കാൻ പാടില്ല. അസഹിഷ്ണുത അത്രത്തോളം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു 10ാം ക്ലാസ്സുകാരൻ എഴുതി വെച്ചത്. അവൻ്റെ തൊട്ടു മുന്നിൽ കണ്ട സ്കൂളുമായി ബന്ധപ്പെടുത്തിയാണ്. അതാ പറഞ്ഞ മരം എന്ന ക്ലാസ്സിലെ ഒരില പോലും അനങ്ങുന്നില്ല. നിശബ്ദത എന്ന പട്ടിക്കൂട്. വ്യവസ്ഥിതി ആരുടെയോ പേരെഴുതി വയ്ക്കുന്നു. വിയർത്തോടി വന്ന കാറ്റിനെ ചുണ്ടിൽ ഒരു വിരലൊട്ടിച്ച് നിർത്തിയിട്ടുണ്ട് വരാന്തയിൽ. ഒരു മിണ്ടൽ ചുണ്ടോളം വന്ന് വറ്റിപ്പോകുന്നു എന്നൊക്കെ എഴുതണമെങ്കിൽ എത്രമാത്രം സാമൂഹ്യ നിരീക്ഷണമുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക്. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ കവിതയുടെ കാലം മാറിയിരിക്കുന്നു. അപ്പം ധ്രുപദിനെയൊക്കെ സൂചിപ്പിച്ചത് രാജേഷ് ചിത്തിരയെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് കൊണ്ടാണ്. സ്വന്തമായിട്ടൊരു ഭാഷ വെറുതെ നമ്മൾ എഴുതി വെക്കുന്നതല്ല, പക്ഷെ അതിനകത്തൊരു വലിയ അർത്ഥതലം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ രാജേഷിൻ്റെ കവിതകൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാവ്യലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് സ്വന്തമായൊരു കവിതയ്ക്കൊരു ഭാഷ കണ്ടെത്തുന്നു, വ്യത്യസ്ത പ്രമേയങ്ങൾ. അതുകൊണ്ടാണ് ഡോക്ടർ ടി ശ്രീകുമാർ പറഞ്ഞത്, സ്വന്തമായൊരു കാവ്യഭാഷ രൂപപ്പെടുത്തുക എന്നത് ഓരോ കവിയുടെയും മുന്നിലുള്ള വെല്ലുവിളിയാണെങ്കിൽ എഴുത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അത് ഏറ്റെടുത്ത കവിയാണ് രാജേഷ്. ഈ കവിയുടെ കവിതകൾ അയാളുടേത് മാത്രമാവുന്നത് ഭാഷാപരമായ തെരഞ്ഞെടുപ്പുകൾ, പ്രതീകപരമായ നിർണയങ്ങൾ, ദാർശനികമായ സമീപനങ്ങൾ, രാഷ്ട്രീയ നിലപാടുകൾ തുടങ്ങിയ കാവ്യശില്പത്തിലെ ചില അടിസ്ഥാനങ്ങളെ തികച്ചും വ്യതിരിക്തമായി വളരെ നേരത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടുകൂടാണ്. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും കവിയാകുന്നൊരു കാലത്ത് ആരെന്തെഴുതിയാലും അതൊരു പെട്ടെന്ന് മനസ്സിലാകുകയും ഇത് കവിതയാണ്. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ മാർജിൻ നമ്മൾ എഴുതുമ്പോൾ പറയാറില്ലേ, മാർജിൻ്റെ അങ്ങേ അറ്റത്ത് തട്ടാതിരുന്നാൽ അത്
കവിതയായി എന്നാണ്. അങ്ങേറ്റത്ത് തട്ടിക്കഴിഞ്ഞാൽ അത് ഗദ്യമായി നമ്മളിങ്ങനെ എഴുതി പോകുന്നത്. ഇപ്പൊ കത്ത് എഴുതുമ്പോൾ നമുക്കറിയില്ല, അങ്ങേറ്റത്ത് പോയി അവിടെ നിന്ന് ഇങ്ങനെ കണ്ടു. പക്ഷെ അങ്ങേറ്റത്ത് തട്ടാതെ പകുതി മുറിച്ചിട്ട് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അത് കവിതയായി എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് പലരും ഇപ്പോൾ തോന്നുന്നതൊക്കെ കവിത പോലെ എഴുതി വെക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് നിയതമായ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടല്ല രാജേഷിന്റെ കവിതകളൊക്കെ. ഈ പറഞ്ഞ പോലെ മാർജിനിൽ തട്ടിക്കൊണ്ടും ഗദ്യ കവിതകളൊക്കെ എഴുതുന്നു. പക്ഷേ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാകുന്നതല്ല. അതായത് ഒന്നാമത്തെ വായനയിൽ നമുക്ക് ഈ കവിതയെ തുറിച്ചു നോക്കണം, അല്ലെങ്കിൽ കണ്ണിങ്ങനെ തുറന്നു വെച്ച് നോക്കണം ഇതെന്താണ് എന്ന് മനസ്സിലാകാൻ. രണ്ടാമത്തെയും മൂന്നാമത്തെയും വായനയിലായിരിക്കും ഒരുപക്ഷെ കവി ഉദ്ദേശിച്ചത് നമ്മൾ ചിലപ്പം പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെന്നില്ല. വായനക്കാരനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വായനക്കാരൻ്റെ ഉള്ളിലേക്ക്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനങ്ങളുണ്ട്, രാഷ്ട്രീയമുണ്ട്, അതിനകത്ത് ചിലപ്പോൾ ഒരു കാൽപ്പനികമായ ഭാവങ്ങൾ വരുന്നുണ്ട്. എന്തായിരുന്നാലും 4 ഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ളതാണ്. ഒന്നാമത്തേത് ധ്യാനം, രണ്ടാമത്തേത് ഉണ്മ, മൂന്നാമത്തേത് പെന്മ, 4-ാമത്തെ ഭാഗം കാമന. അങ്ങനെ 4 ഭാഗങ്ങളിലാണ് രാജേഷ് ചിത്തിര ഉള്ളിപ്പേച്ച് എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുള്ളത്. ലോഗോസ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഡോക്ടർ ടി ശ്രീകുമാറൊക്കെ പറഞ്ഞതുപോലെ ഇന്നത്തെ മലയാള കവിതയിൽ സ്വന്തമായൊരു ഭാഷ കണ്ടെത്തുകയും അത് രൂപപ്പെടുത്തുക മാത്രമല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സ്വന്തമായൊരിടം കണ്ടെത്തുകയും ചെയ്ത കവിയാണ് രാജേഷ് ചിത്തിര. അദ്ദേഹത്തിന്റെ ഉള്ളിപ്പേച്ചാണ് ലോഗോസ് പ്രസിദ്ധീകരിച്ചത്. Book review on the Big Breakfast Club.